സുവിശേഷ പ്രസംഗമല്ലേ? അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞത്, സകല സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം പറ, അത് വിശ്വസിക്കാൻ പറ. നീ എവിടെയോ നിൽക്ക ഇന്ന് രാത്രി, എന്നാൽ നിന്റെ ജീവിതാനുഭവങ്ങൾ നിന്നോട് പറഞ്ഞു തരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പ്രമാണമില്ലെന്നും വ്യവസ്ഥയില്ലെന്നും പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ നീ ചലിച്ചപ്പോഴും നിന്റെ ഏകാന്തതകളിൽ നിന്റെ മനസാക്ഷി നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞ് അത് തെറ്റായി പോയി എന്ന് വിചാരങ്ങൾ നിന്നെ കുറ്റം വിധിച്ചപ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധ വചനം പറയുന്നു, പ്രമാണം നിന്റെ ഹൃദയത്തിലും എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം നിനക്കും ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി പുത്രനായ യേശുക്രിസ്തുവിലൂടെ നിന്നെ വിളിക്കുന്നു. വിശ്വസിക്കാം. അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞത്, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. 1. 2, മരണം വ്യാപരിച്ച കല്ലറയ്ക്കകത്ത് ആമേൻ ദുർഗന്ധം വമിക്കുന്നെന്ന് സഹോദരനെ കുറിച്ച് വിലപിച്ച മാർത്തയോടും മറിയത്തോടും യേശു കർത്താവിന്റെ ശബ്ദം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. തലമുറ മരിച്ചുപോയി, അടക്ക മാത്രമേ നിവർത്തിയുള്ളെന്ന് പറഞ്ഞ് വിലപിച്ച ജൈറോസിന്റെ ഭവനത്തിനകത്ത് യേശുവിന്റെ ശബ്ദം, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രി വീണ്ടും വെൺമണിയോട് തമ്പുരാൻ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്റെ ഈ ദൂരിന്ന് രാത്രി ഞാൻ ചുരുക്കട്ടെ പ്രിയരേ. എന്റെ പാപത്തിന്, എന്റെ ശാപത്തിന്, എന്റെ നിന്ദയ്ക്ക്, എന്റെ പരാജയത്തിനും എന്റെ നിത്യ ശിക്ഷാവിധിക്കും ഗ്ലോറി മാറ്റം വരുത്തേണ്ടതിന് സ്തോത്രം. കാൽവരിയുടെ കൊലക്കളത്തിൽ എന്റെ പാപവും എന്റെ ശാപവും എന്റെ നിന്ദയും എന്റെ പരാജയവും എന്റെ അവിശ്വസ്തതയും എല്ലാം മാറ്റിക്കളഞ്ഞ് പുത്രത്വം എന്ന് പറയുന്ന മഹാഭാഗ്യമുള്ള പദവി തന്ന് ദൈവത്തെ നോക്കി അപ്പ എന്ന് വിളിക്കാനുള്ള അധികാരം എനിക്ക് തന്ന് ആമേൻ നിത്യനായ വിധിയിൽ നിന്നും രക്ഷപ്പെട്ട് ഗ്ലോറി, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനിലേക്ക് നടത്താൻ എനിക്ക് വേണ്ടി കാൽവരിയുടെ ആമേൻ നെറുകയിൽ യേശുക്രിസ്തു മരിച്ചു. അവൻ അടക്കപ്പെട്ടു. അവൻ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. പിതാവിന്റെ വലതുഭാഗത്ത് എനിക്കായി പക്ഷപാതം ചെയ്യുന്നു. ആ യേശു ഇനി വീണ്ടും വരുന്നു. ഇതാ സുവിശേഷം. ഇതാ സുവിശേഷം. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ എങ്ങും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്ക്. ഈ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവനെ ഈ കൃപയോട് യേശുക്രിസ്തുവിനോട് ചേർത്തു നിർത്തണം. അതിനൊരൊറ്റ കർമ്മമേയുള്ളൂ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. കാൽവരി ക്രൂശിലെ യാഗം എനിക്ക് വേണ്ടി ആയിരുന്നത് സമ്മതിച്ച് ഞാൻ യേശുക്രിസ്തുവിനോട് ചേരാൻ ആമേൻ സ്നാനമേൽക്കണം. ഇനിയും സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യ, ഒന്നുകിൽ നിന്റെ മരണം, അല്ലെങ്കിൽ എന്റെ യേശുവിന്റെ വരവ്.
ഏതു മനുഷ്യാത്മാവിന്റെയും മുൻപിൽ ഒരു ന്യായവിധിയുണ്ട്. ഇന്ന് രാത്രി നമ്മെ രക്ഷിക്കുന്ന സുവിശേഷത്തിന്റെ ശബ്ദം വീണ്ടും ഒരിക്കലൂടെ സ്വർഗം കൽപ്പിച്ചു. കണ്ണുകളെ അടയ്ക്കാമോ? കാൽവരി ക്രൂശിനെ ഒന്നുകൂടെ ധ്യാനിക്കാമോ? എനിക്ക് വേണ്ടിയായിരുന്നൊന്നുകൂടെ ഏറ്റുപറയാൻ യേശുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടാകും. പക്ഷേ ഇന്ന് രാത്രി ഒന്നുകൂടെ കർത്താവേ, കാൽവരിയുടെ സാധ്യതയും അതിന്റെ വിടുതലും അതിന്റെ സൗഖ്യവും ഞാൻ വിശ്വസിക്കുന്നു. സത്യമായി ഞാൻ വിശ്വസിക്കുന്നു. സത്യമായി ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് മുറിവേറ്റെങ്കിൽ എനിക്ക് സൗഖ്യമുണ്ട്. എനിക്ക് വേണ്ടി അങ്ങയുടെ രക്തമൊഴുകിയെങ്കിൽ എനിക്ക് പാപമോചനമുണ്ട്. എനിക്ക് വേണ്ടി അങ്ങ് അപമാനിതനായെങ്കിൽ എന്റെ ജീവിതത്തിനൊരു വിടുതലുണ്ട്. എനിക്ക് വേണ്ടി അങ്ങ് തകർന്നെങ്കിൽ എന്റെ തകർച്ചയ്ക്കൊരു പരിഹാരമുണ്ട്. യേശുവേ, ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു. വാസ്തവമായി അറിഞ്ഞുമറിയാതെയും ചെയ്തുപോയ പാപങ്ങളെ ക്ഷമിക്കുന്നു. എന്റെ പഴമയിലും എന്റെ പാരമ്പര്യത്തിലും എന്റെ പരിചയസമ്പന്നതയിലുമൊക്കെ ആശ്രയിച്ച് അങ്ങയുടെ വാഗ്ദത്തങ്ങളെ അവിശ്വസിച്ചു പോയ എന്റെ അനുഭവങ്ങൾ എന്നോട് ക്ഷമിക്കുന്നു. എന്റെ പരാജയത്തിന്റെ വർഷങ്ങളുടെ നടുവിൽ എനിക്കൊരു വിടുതൽ തരാൻ അങ്ങ് വിശ്വസ്തനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മുൻപാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. വാസ്തവമായി ഞാൻ എന്നെ ഏൽപ്പിച്ചു തരും. അല്പനേരം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് കാൽവരി ക്രൂശിന്റെ സാധ്യതയെ കണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചോട്ടെ. ഗായസംഘം ഇപ്പോൾ ശാന്തമായ ആമേൻ ഒരു